ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കാലടിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ഗണേഷ് കുമാർ. കാലടിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 1 കോടി രൂപ അനുവദിക്കുന്നതായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് ഇതിനായി കാലടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KV ടോളിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. അസോസിയേഷനെ പ്രതിനിധീകരിച്ച് വർക്കിംഗ് പ്രസിഡന്റ് ജസ്റ്റോ പോൾ യോഗത്തിൽ പങ്കെടുത്തു. കൂടാതെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളം RTO, റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. 1 കോടി രൂപ സംസ്ഥാന റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു. MC റോഡിൽ താന്നിപ്പുഴ മുതൽ മറ്റൂർ വരെ 2.5 കിലോമീറ്റർ വരെ ട്രാഫിക് മീഡിയനുകൾ സ്ഥാപിക്കും. ഇതിനു മുൻപ് മീഡിയനുകൾ കാലടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചപ്പോൾ ഗതാഗതക്കുരുക്ക് വളരെ കുറവായിരുന്നുവെന്നും എന്നാൽ അതിനാവശ്യമായ സഹകരണം അധികൃതരുടെ ഭാഗത്തു നിന്ന് കിട്ടിയില്ലെന്നും യോഗത്തിൽ ചർച്ചയായി. മീഡിയനുകൾ വാഹനങ്ങൾ കയറ്റി മനഃപൂർവ്വം ഒടിച്ചു കളഞ്ഞതിന് അസോസിയേഷൻ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നും പറഞ്ഞു. ബസ് സ്റ്റോപ്പിനും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും മാറ്റമുണ്ടാവും. വിമാനത്താവള റോഡിലേക്ക് ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തും. കാലടി ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കും. തെരുവിളക്കുകൾ കൂടുതൽ സ്ഥാപിക്കും. സർവകലാശാല ബണ്ട് റോഡ് വൺവേ കർശനമാക്കും. MC റോഡിലെ വൈദ്യുതി ലൈനുകൾ അണ്ടർ കേബിൾ വഴി സ്ഥാപിച്ച് വൈദ്യുതി പോസ്റ്റുകൾ ഒഴിവാക്കും. ആവശ്യത്തിന് വാർഡന്മാരെ നിയമിക്കും. ഇതിനെല്ലാമുള്ള എസ്റ്റിമേറ്റ് 20 ദിവസത്തിനകം PWD, ഇലക്ട്രിസിറ്റി, വെഹിക്കിൾ, ടെലിഫോൺ തുടങ്ങിയ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും കാലടി റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ തയ്യാറാക്കി നൽകണമെന്ന് മന്ത്രി യോഗത്തിൽ ഉത്തരവ് നൽകി. കാലടിയിൽ മീഡിയനുകൾ കാലടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചപ്പോൾ ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടായതിൽ അസോസിയേഷനെ യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.